തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തല്ലുകൊടുത്ത് നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി ഏത് വാപ്പ തൂക്കിയിട്ടിട്ടുണ്ടോ ആ വാപ്പയ്ക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്ക് പറവയെ പോലെ മുടി വളർത്തി നടക്കുന്നവന് പൊട്ടീര് കൊടുത്തിട്ട് പോയി വെട്ടിയിട്ട് വാടാ എന്ന് പറയുന്ന വാപ്പ, നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന് തല്ലു കൊടുത്തിട്ട് നിസ്കരിക്കടാ എന്ന് പറയുന്ന വാപ്പ, 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലാൻ അധികം പഠിപ്പിച്ചത്, താരാട്ട് പാടാനല്ല പഠിപ്പിച്ചത്. നിന്റെ മോൻ പോത്തുപോലെ ഉറങ്ങുന്ന 18ഉം 20ഉം വയസ്സായി ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് പേടി, നിന്നെ തല്ലാതിരുന്നാ മതി മക്കള്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി തൂക്കിയിട്ടാ മതി, ബർക്കത്ത് ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ വീട്ടിലൊരു വടി തൂക്കിയിട്ടിട്ടുള്ള ബാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈവക്ക്. നിനക്ക് ബർക്കത്ത് ആകാശത്തുനിന്ന് വരും, കാത്തിരുന്നോ? നിങ്ങൾ ചിന്തിക്ക് സഹോദര, ഒരു 25 കൊല്ലം മുമ്പ് നിനക്ക് 2ഉം 3ഉം പെങ്ങളുണ്ട്, 4 സഹോദരിമാരുണ്ടായിരുന്നു. ഈ 4 പേരെയും നിന്റെ വാപ്പ കെട്ടിച്ചത് പിരിവെടുത്തിട്ടാ? ആലോചിക്ക്. പണ്ട് ഏത് പള്ളിയിലാ ലെറ്റർ പേഡും കൊണ്ട് പിരിവിന് നടന്നത്? ഇതുപോലെ വയല് വെച്ചിട്ട് പിരിച്ചിട്ട് കെട്ടിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആലോചിക്കും സഹോദര, എങ്ങനെയാടാ ഈ കൊട്ടാരങ്ങളൊക്കെ പണിതത്? നമ്മുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വീട്ടിൽ TV ഉണ്ടോ? TV കൈവക്കണ്ട. TV ഉണ്ടോ? ഇപ്പം കമ്പുള്ളവര് കൈവക്കാൻ പറഞ്ഞപ്പോ 3 പേര്. TV ഉണ്ടോന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് പൊക്കും, കാരണം അത്രയും വലുതാ വീടിനകത്തിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് വന്നിട്ട് പള്ളിയിലെ ഖതീബിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല ഉസ്താദെ. എങ്ങനെ കേൾക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ സമുദായത്തിന്റെ ഏറ്റവും വലിയ നിങ്ങളുടെ ഈ ഉപ്പളയിൽ തന്നെ ഞാൻ പറയാം, ഈ ഉപ്പളയിൽ തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വഴുതിന് വന്നപ്പോ, എടാ ചങ്ങാതി, എടാ ഒന്ന് പിടിയടാ ഓനെ, അവൻ വൈലന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കയറ്റി ഇവിടെ നിർത്തിയിട്ട് ഫാത്തിഹ ഓദിച്ചു കളയും. ഈ ഉപ്പളയിൽ തന്നെ ഞാനൊരു മുടി വെട്ടാൻ പോയി. ഞാൻ മുടി വെട്ടാൻ പോയപ്പം അത്യാവശ്യമായതുകൊണ്ട് കയറിപ്പോയതാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പുറത്ത് ഒരാളിരുന്ന് മുടി വെട്ടുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കുന്നത് പോലെ മുകളിലോട്ട് ഇങ്ങനെ എന്തൊരു മെഷീൻ കയറ്റി വെച്ചിരിക്കുക, ചീപ്പ് എന്തൊരു സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, മുകളിലോട്ടിരിക്കുന്നു. താഴെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യാ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, പടച്ചവനെ പെമ്പിള്ളാര് വല്ലതും ആണോ? അല്ല, കണ്ണാടി നോക്കി, പെണ്ണല്ല, ഒരു ചെറിയ പയ്യൻ. ഒരു 5ഓ 6ഓ വയസ്സ് വരും, ഒരു 7 വയസ്സ് വരും എന്ന് സങ്കല്പിക്കുക. ഓൻ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ വെട്ടണമെന്ന്. ആ മോന്റെ ഉമ്മ നേരെ പുറകിലിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ, മുകളിലുള്ള മുടി മുഴുവനും മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ അള്ളാഹുവിന്റെ ശാപം കിട്ടും അവർക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. പടിപടിയായി മുടിവെട്ടുന്നവർ അവർ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്, 7 വയസ്സ്, 10 വയസ്സ്. അവനോട് പോലും നിനക്ക് പറ്റുന്നില്ല. ഇത് പാപമാണെന്നറിയാത്ത ഏത് വാപ്പയാവുള്ളേ? ഉമ്മ പറയുന്നത് ഉസ്താദെ പറഞ്ഞാൽ കേൾക്കത്തില്ല, തീർന്നല്ലോ ഉമ്മയുടെ ജോലി. ഉമ്മയ്ക്ക് പ്രസവിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, അത് ബാക്കി അറിയത്തില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ തല്ലണം? വാപ്പാനെ തല്ലണോ മക്കളെ തല്ലണോ? എടാ 12 വയസ്സുള്ള ഒരു മോനെ നീ ആരാ നോക്കിയേ? ഈ ഇരിക്കണ പ്രായമുള്ളവർക്ക് ഉപ്പാന്ന് പറഞ്ഞാൽ മുട്ടിടിക്കും. എടാ 6 മണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഓർമ്മയുണ്ടോ നമുക്കൊക്കെ? 6 മണി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയ ഓർമ്മയില്ല. ഒരു വഅ്ള് വരണം വെളിയിലിറങ്ങണമെങ്കിൽ, ഒരു വഅ്ള് വരണമെന്ന് പുറത്തിറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല റമളാ മാസത്തിലും വരണം. അപ്പോഴും 10:30. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പിന്നെ നമുക്കൊക്കെ പെരുന്നാളാ, കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു പണ്ട്. കാരണം പുറത്തിറങ്ങിയത് അങ്ങനെ. ഇന്നോ 12 മണിയാകുമ്പോ ഉമ്മ താക്കോല് കൊടുത്തിരിക്കുക, നീ തന്നെ വന്ന് കയറിയാൽ മതി, നമ്മളെ വിളിക്കണ്ടെന്ന്. 50 വയസ്സുള്ളവനല്ല, തേരാ പാര ഹാവു ഇങ്ങനെ നടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും. ആലോചിക്കുക. പിന്നെ വാപ്പമാര് മക്കളെ എങ്ങനെ ഉസ്താദെ തല്ലുന്നേ? വാപ്പ തന്റെ പെണ്ണുമ്പള്ളി എടുത്ത് ചോദിക്കുക, ഓൻ വരാറായോ? വരാറായി. എന്നാ ഞാൻ കയറി കിടക്കട്ടെ, പേടി, കാരണം തല്ലിയാലോ. ഇന്ന് വീട്ടിൽ വടി വെട്ടി വെക്കാത്ത എന്തേ? വാപ്പ തല്ലാൻ പോയ ആ വടി വാങ്ങിച്ചിട്ട് വാപ്പാനെ തല്ലും. നല്ല മക്കള്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.